നഹ്മദുഹു വനസ്സല്ലി അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫഖദ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻ സർറക്കും അൻ തുഖ്ബല സലാത്തുക്കും ഫലിയഉമ്മുക്കും ഖിയാറുക്കും വഫീ റിവായത്തിൻ ഫലിയഉമ്മുക്കും ഉലമാഉക്കും ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസാണ്. ഇത് നിങ്ങൾക്കുള്ളതല്ല, നിങ്ങളുടെ പുറകെ നമസ്കരിക്കുന്ന ഞങ്ങൾക്കുള്ളതാണ് ഈ ഹദീസ്. ഹദീസിൽ പറയുന്നത്, നിങ്ങളുടെ ഒരു നമസ്കാരം അത് പരിപൂർണമാകണമെങ്കിൽ, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകാര്യയോഗ്യമാകണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫലിയ ഉമ്മുക്കും ഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങൾക്ക് ഇമാമത്ത് നിൽക്കണം. ഇതേ ഹദീസ് ഇമാം തബറാനി റിവായത്ത് ചെയ്യുന്നുണ്ട്. തബറാനി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടെ ഫലിയ ഉമ്മുക്കും ഉലമാഉക്കും, അറിവുള്ളവർ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇമാമത്ത് നിൽക്കണം. സാധാരണ ഫിഖ്ഹിന്റെ കിതാബിൽ ഇമാമത്തിൻ്റെ തഖ്ദീമിൻ്റെ മസല പറയും. ആര് ഇമാമത്ത് നിൽക്കുമെന്ന് പറയുമ്പോൾ പ്രധാനമായും പറയുന്ന കാര്യമാണ്, അറിവുള്ള ആളും നല്ലതുപോലെ ഓതാൻ അറിയുന്ന ആളും എന്ത് ചെയ്യണം? അവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല അറിവുള്ള ആളും ഓതാൻ അറിയുന്ന ആളുമായിരിക്കണം ഇമാമത്ത് നിൽക്കേണ്ടത്. അപ്പം അറിവുള്ളതിൽ തന്നെ ഫുഖഹാക്കൾ പറയുന്നുണ്ട്, മസായിലുസ്സലാത്തിനെ സംബന്ധിച്ച് അറിവുള്ള ആൾ, നമസ്കാരത്തിൻ്റെ നിയമങ്ങളെ സംബന്ധിച്ച് അറിവുള്ള ആൾ എന്ത് ചെയ്യണം? ഇമാമത്ത് നിൽക്കണം. അപ്പം നമ്മൾ പൊതുവെ തറാവീഹിന് ഹാഫിദീങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും. ഒന്ന് ഹിഫ്ള് പൂർത്തിയായിട്ടേ ഉണ്ടാവും, കുറച്ച് പേര് ഹിഫ്ള് പൂർത്തിയായി കിതാബിൽ പഠിക്കുന്ന ചെറിയ ക്ലാസ്സുകളിലായിരിക്കും. പക്ഷേ സുന്നത്ത് നമസ്കാരമാണ്. പരിശുദ്ധ ഖുർആൻ അക്കാബിരീങ്ങൾ പറയുന്നതാണ്, റമളാനിൽ ഒരു ഹാഫിദിൻ്റെ പുറകെ നിന്ന് പരിശുദ്ധ ഖുർആൻ കേൾക്കാൻ പറ്റുക എന്നത് വലിയൊരു തൗഫീഖാണ്. നേരത്തെ ഒരു ഹദീസ് മുമ്പ് വന്ന രണ്ടുപേരും നമ്മളോട് പറയുകയുണ്ടായി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഖുർആൻ ഓതി അങ്ങോട്ടും ഇങ്ങോട്ടും കേൾപ്പിച്ച സംഭവം. ആ ഒരു സുന്നത്താണ് റമളാനിൽ നമ്മൾ ഹയാത്താക്കുന്നത്, ഒരു ഹാഫിളിൻ്റെ പുറകെ നിന്ന് നമസ്കരിക്കുന്നു. അപ്പോൾ ഈ ഒരു സുന്നത്ത് ഹയാത്താക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യവുമായിട്ടാണ് ആൾക്കാർ വരുന്നത്, ഹാഫിദിൻ്റെ പുറകെ നമസ്കരിക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് ഹാഫിദിനായിരിക്കും തറാവീഹിൽ മുൻഗണന. പരിശുദ്ധ ഖുർആൻ ഹിഫ്ള് ചെയ്ത ഹാഫിദിന് മുൻഗണന കൊടുക്കും, അദ്ദേഹമായിരിക്കും ഇമാമത്ത് നിൽക്കുക. പക്ഷേ ഒരു ഹാഫിദ് എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം? തിലാവത്തുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ പറയപ്പെട്ടു. നമസ്കാരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ തിലാവത്തുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മസായിലുകൾ ഒരു ഹാഫിദ് ശ്രദ്ധിക്കണം. ഇത് രണ്ടുമുണ്ട്. നമ്മുടെ ഈ മജ്ലിസിൽ ഹനഫി മഹല്ലിൽ ഇമാമത്ത് നിൽക്കുന്ന ആരൊക്കെ ഉണ്ടോ? അപ്പൊ എന്നാലും പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മൾ എവിടെ ഇമാമത്ത് നിന്നാലും നമ്മുടെ പുറകിൽ നിൽക്കുന്ന മുസല്ലീങ്ങൾ അതിൽ ഹനഫി ഉണ്ടാകും, ഷാഫി ഉണ്ടാകും. ഉണ്ടാവില്ലേ? എന്തായാലും ഉണ്ടാവും. ഇനി മദ്ഹബിൻ അംഗീകരിച്ച് പോകാത്തവർ നമ്മുടെ പുറകെ നിസ്കരിക്കാൻ, തറാവി നമസ്കരിക്കാൻ നമ്മുടെ പുറകെ എന്ത് ചെയ്യും? ഉണ്ടാവും. അത് എല്ലായിടത്തും ഉള്ളതാണ്, എല്ലാ പള്ളിയിലും ഉള്ളതാണ്. അപ്പോൾ ഒരു ഇമാമ് എന്ന നിലയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തഹാറത്ത് മുതൽ വസ്ത്രധാരണ മുതൽ കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു ഇമാമാണെങ്കിൽ. അതുപോലെ തന്നെ നമ്മളൊരു സ്ഥലത്ത് ഹാഫിളായി പോയി ആ സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് ഇമാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞില്ല, ഖിയാറുക്കും. ഖിയാറ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ കൂടുതലും കുട്ടികളായത് കൊണ്ടാണ് ഞാൻ ഒരു വിഷയം കൂടെ പറയാമെന്ന് വിചാരിച്ചത്. നമ്മളെപ്പോഴും പോകുമ്പോൾ, നമ്മളൊരു സ്ഥലത്ത് ഹാഫിളായി പോകുമ്പോൾ നമ്മുടെ പ്രായത്തിലുള്ള കുറച്ച് പേര് പെട്ടെന്ന് നമ്മളുടെ ഇടയിലേക്ക് അടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. നമ്മുടെ പ്രായത്തിലെ കോളേജ് പിള്ളേർ, അങ്ങനത്തെ കുറച്ച് പിള്ളേർ നമ്മളുടെയൊക്കെ കൂടുതൽ അടുക്കും, നമ്മളും അറിയാതെ അവരിലേക്ക് അടുക്കും. അപ്പോൾ അങ്ങനെ അടുക്കുമ്പോൾ കൂടുതൽ ടൈം അവരുമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യും. അപ്പം തമാശ കളി സ്വാഭാവികമായിട്ടുണ്ടാവും.
കളിയാക്കലുകൾ ഉണ്ടാവും. കാരണം അവരുടെ പ്രായത്തിലുള്ള അനുസരിച്ച്. അതേപോലെ തന്നെ പക്ഷെ അത് പള്ളിയിലെ ബാക്കിയുള്ള ആൾക്കാർ, നമ്മുടെ പുറകെ നമസ്കരിക്കുന്ന ആൾക്കാർ അത് കാണുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. കുട്ടികളോടൊപ്പം കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരു ഇമാം എന്ന് വെച്ചാൽ ഒരു വഖാറില്ലാത്ത ഇമാം, അതവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു മാസം കുട്ടിയല്ല എന്നൊരു ചിന്ത നമുക്കുണ്ടാകും. ഞാനൊരു കുട്ടിയല്ല, എൻ്റെ തരക്കാര് എന്ന് പറയുന്നത് അവിടെയുള്ള മുതിർന്നവരാണ്. നമ്മളെ വിളിച്ചവരാണല്ലോ, അവരാണല്ലോ നമ്മൾ വിളിച്ചത്, ഈ കുട്ടികളല്ലല്ലോ. ഇവർ തീരുമാനിച്ചാൽ നമ്മൾ അടുത്ത വർഷം ഇവിടെ തറാവീഹ് നിസ്കരിപ്പിക്കാൻ പറ്റൂല. പക്ഷെ അവിടെയുള്ള മുതിർന്നവര് തീരുമാനിക്കണം നമ്മൾ അടുത്ത വർഷം അവിടെ തറാവീഹ് നമസ്കരിക്കണോ വേണ്ടയോ, അല്ലേ? അവിടുത്തെ കുട്ടികളായിരിക്കുമോ തീരുമാനിക്കുന്നത് അടുത്ത വർഷം നമ്മൾ തറാവീഹ് നിസ്കരിപ്പിക്കണോ വേണ്ടെന്നല്ല, ഒരിക്കലും അല്ല. അവിടെയുള്ള മുതിർന്നവരാ തീരുമാനിക്കുന്നത് അടുത്ത വർഷം നമ്മളിവിടെ തറാവീഹ് നമസ്കരിപ്പിക്കണോ വേണ്ടയോ. ഇത് നമ്മളെപ്പോഴും മനസ്സിൽ എന്ത് ചെയ്യണം, കൊണ്ടുവയ്ക്കണം. അടുത്ത വർഷം ഇവരെന്നെ വിളിക്കണം, ഞാനായിട്ട് മാറണം, അവരെന്നെ മാറ്റുന്ന അവസ്ഥ ഉണ്ടാകും. ഈ ഒരു കാര്യം നമ്മുടെ ചിന്തയിലുണ്ടെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തോടുകൂടെ നടക്കും, ഗൗരവത്തോടുകൂടെ നിൽക്കും. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു വരുന്നത് 5 വഖത്ത് നമസ്കാരം ഒരു ഹാഫിള് പള്ളിയിൽ ഫസ്റ്റ് സഫിൽ ഉണ്ടായിരിക്കണം. തറാവീഹ് നമസ്കരിക്കാൻ വേണ്ടി മാത്രം അവിടെ കാണും. അത് കഴിഞ്ഞ് അന്നത്തെ ഇശായിക്കും കാണും. സുബൈക്ക് ഹാഫിൽ ഉറക്കമായിരിക്കും. ഉറക്കം എണ്ണിച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഒരു സുബൈ നിസ്കരിച്ചിട്ട് കിടന്ന അതെങ്ങനെ ഖിയാറുക്കുമാകുന്നത്? ഒരിക്കലും ഖിയാറുക്കുമാവൂലല്ലോ. നിങ്ങളുടെ ഏറ്റവും ഉത്തമരായിരിക്കണം നിങ്ങളുടെ ഇമാം എന്ന് പറയുമ്പോൾ നമുക്കത് ആകാൻ പറ്റൂലെങ്കിൽ പിന്നെ അവർ നമ്മളെ ഇങ്ങനെ ഇമാമത്താക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ആ ഒരു വിഷയം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ നമസ്കാരങ്ങൾ ഫ്രണ്ട് സഫിൽ ഫസ്റ്റ് തക്ബീർ ഊലയിൽ നമ്മൾ ഉണ്ടായിരിക്കണം. ബാക്കിയുള്ള നമസ്കാരത്തിന്റെ കാര്യം പറയുന്നത്, തറാവീഹ് നമസ്കാരത്തിന് എന്തായാലും ഉണ്ടാവും, നമ്മളല്ലേ കൈ കിട്ടുന്നത്. അപ്പോൾ ബാക്കിയുള്ള നമസ്കാരത്തിന്റെ വിഷയം ഞാൻ പറഞ്ഞത്, എല്ലാത്തിനും നമ്മൾ ഫ്രണ്ട് സഫിൽ ഉണ്ടായിരിക്കണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളുടെ സംസാരം, അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ വളഴക്കത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വസ്ത്രം. നമ്മൾ തറാവീഹിന് നമസ്കരിക്കും, നമ്മളറിയാം തലപ്പ കെട്ടിയിട്ട് നമസ്കരിക്കുന്നവരാണ് എങ്കിൽ കൃത്യമായി തലപ്പൊക്കെ കെട്ടി 5 വഖത്ത് നിസ്കാരത്തിൽ അവൾ നമ്മളുണ്ടാകണം. എല്ലാ വഖത്തിനും ചിലപ്പോൾ ഒരു വഖത്തിന് തലപ്പ ഇല്ലെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ വസ്ത്രവിധാനം ചിലപ്പോൾ നമ്മൾ പള്ളിയുടെ അകത്ത് എവിടെയെങ്കിലും റൂമിലായിരിക്കും, അപ്പോൾ കൈലിയൊക്കെ ആയിരിക്കും, കള്ളിമുണ്ടൊക്കെ ആയിരിക്കും. പെട്ടെന്ന് അത് കൊടുത്തുകൊണ്ട് പള്ളിയിലേക്ക് നമ്മൾ നിസ്കരിക്കാൻ കയറി വരരുത്. അത് നമ്മുടെ വഖാറിന് യോജിച്ചത് അല്ല. നല്ല ടിപ്പ് ടോപ്പായിട്ട് ഫർദ് നിസ്കാരത്തിന് ഹുദൂ സീനത്തക്കും ഇന്ദ കുല്ലി മസ്ജിദ്, ഫർദ് നിസ്കാരങ്ങളിൽ ഏറ്റവും നല്ല ടിപ്പ് ടോപ്പായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പള്ളിയിലേക്ക് വരാൻ. നമ്മൾ സാധാരണ സമയത്ത് ഉടുക്കുന്ന മുണ്ടൊന്നും എന്ത് ചെയ്യരുത്, ഫർദ് നിസ്കാരത്തിന് പള്ളിയിലേക്ക് കയറുമ്പോൾ ഉടുത്തുകൊണ്ട് വരരുത്. നല്ല വൃത്തിയായിട്ട് നമസ്കാരത്തിന് ഉടുത്തുകൊണ്ട് വരണം. അതേപോലെ തന്നെ നമ്മുടെ വലാഖത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ പുറത്തു പോകുമ്പോൾ ഉള്ള കാര്യം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഹനഫി മദ്ഹബ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദാടിയുടെ വിഷയം. ഹനഫി മദ്ഹബ് അനുസരിച്ച് ഒരു പിടി താടി ഇല്ല എങ്കിൽ, ഒരു പിടി താടി ഇല്ല, താടി വെട്ടിക്കളയുകയാണ് എങ്കിൽ അയാളുടെ പിറകിൽ മുഖ്തദി നമസ്കരിക്കൽ കറാഹത്താണ്, കറാഹത്ത് തഹരീമാണ്, അയാൾ ഇമാമാക്കാൻ പാടില്ലെന്നാണ്. ഇപ്പൊ നമ്മുടെ പുറകെ ഹനഫി മുസല്ലിങ്ങളും ഉണ്ട്. അതുകൊണ്ട് താടി ഇല്ലാത്തവർ റമളാൻ വരെ, പെരുന്നാൾ വരെ താടി ഇനി വെട്ടരുത്. താടി എന്ത് ചെയ്യരുത്, ഒരു പിടി താടി എന്തായാലും നമ്മൾ വെക്കണം. അത് ഹനഫി ഷാഫി എന്ന വിഷയത്തിലല്ല, ഒരു ആലിമിൻ്റെ വഖാറാണ് താടി എന്ന്. അതുകൊണ്ട് നല്ല ഒരു താടിയൊക്കെ നല്ല ഉള്ള ഒരാൾ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും, അല്ലാത്തവരും ഉണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നവരും ഉണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് സാധാരണ നല്ലത്. അപ്പം നമ്മൾ താടി വെട്ടുന്ന സ്വഭാവം അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ഹനഫി മദ്ഹബിൽ വാജിബാണ് താടി വെക്കണം, ഷാഫി മദ്ഹബിൽ സുന്നത്താണ്. പക്ഷെ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ നമ്മളല്ലെങ്കിൽ പിന്നെ ആരാ സുന്നത്ത് എടുക്കാനുള്ളത്? അതുകൊണ്ട് ഒരു പിടി താടി നമ്മൾ കൃത്യമായി വെക്കുന്നവരായിരിക്കണം. താടി ഒരിക്കലും നമ്മൾ വെട്ടരുത്. വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പുറകിലുള്ള ഹനഫികൾക്ക് പ്രശ്നമാവും. അവർ ഈ മസല അറിയുന്നവരാണെങ്കിൽ, ഇപ്പം എന്നോട് വന്ന് മസല വെച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും. പൊതുവെ ഹനഫികൾക്ക് ഈ മസല അറിയാത്തത് കൊണ്ടാണ്
അവരെന്ത് ചെയ്യുന്നത്? ഹാഫിദിന്റെ പുറകെ നിസ്കരിക്കുന്നത്. ഇങ്ങനെയുള്ള ഹാഫിദിന്റെ പുറകയിലാണോ, അതല്ല അലംതറ ഓതുന്ന ദാടി വെച്ച ഇമാമിന്റെ പുറകെ നിസ്കരിക്കലാണോ അഫ്ദൽ എന്ന് എന്നോട് വന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഹാഫിദിന്റെ പുറകയിലല്ല, മറ്റേ പള്ളിയിൽ പോയിട്ട് അലംതറ ഓതുന്ന ആളുടെ പുറകെ തറാവി നിസ്കരിക്കലാണ് അഫ്ദൽ എന്ന് തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കും ഹനഫി മദ്ഹബിൽ. അപ്പൊ അതുകൊണ്ട് ആ വിഷയം ഷാഫി മദ്ഹബിൽ ഏതായിരിക്കും ഉസ്താദേ? അത്രയും സുന്നത്തായ ഒരു കാര്യമാണ് എന്ത്? താടി വെക്കുക എന്നത്. അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഉദു ചെയ്യുന്ന സമയത്ത് ഉദു ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഷാഫി മദ്ഹബിലെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫിഖിന്റെ കിതാബിൽ പഠിച്ചു വെച്ചിരിക്കുന്ന നമ്മൾ ഈ ഫർളിന്റെ ഒരു മിഖ്ദാറുണ്ട്, മസ്ഹൂർ റാസിന്. ഇങ്ങനെ ഒരു തടകിയ മസ്ഹൂർ റാസാണ്. അത് കിതാബിൽ ഫർള് പറയുന്ന കാര്യം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അത് നമ്മൾ ജീവിതത്തിൽ പകർത്തണമെന്നാണ്. അത് വലിയൊരു തെറ്റാ. അത് ജീവിതത്തിൽ പകർത്തണ്ട. അതൊരു മസ്ഹ് ജായിസ് ആകുന്ന ഒരു രൂപം പറഞ്ഞതാ. ഇത്രയെങ്കിലും ചെയ്താൽ എന്താകും? മസ്ഹ് ശരിയാകും. അല്ല ഇങ്ങനെ മസ്ഹ് ചെയ്യണമെന്നല്ല. മസ്ഹിന്റെ ശരിയായ രൂപം എന്താ? ഹദീസിൽ വന്നിരിക്കുന്നത്, തിർമിദിയിലൊക്കെ ഹദീസുണ്ട്, അഖ്ബല ബിഹിമാ വ അദ്ബറ. എന്നിട്ട് ഇങ്ങനെ കൈ ബദഅ ബി മുഖദ്ദമി റഅസിഹി, നബിതങ്ങൾ തലയുടെ മുമ്പ് കൊണ്ട് തുടങ്ങിയതാണ്ട് ഇവിടം ഇങ്ങനെ പോയി ഇവിടം വരെ കൊണ്ടുവരണം. എന്നിട്ട് തിരിച്ച് അതുപോലെ കൊണ്ട് ഇവിടെ വരണം. ഇങ്ങനെയാ തല തടകുന്നത്. ഇതാണ് തല തടകുന്ന സുന്നത്തായ രൂപം. ഇത് ഒരു ഇമാമിന് ഇഖ്തിലാഫില്ല ഇത് സുന്നത്താണെന്ന വിഷയം. തല തടകുന്ന കൈഫിയത്ത് ബയാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ് തല തടകേണ്ടത്. നമ്മൾ ഇങ്ങനെ തടയിട്ട് പോയി കഴിഞ്ഞുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് തടകലായി, ഹനഫി മദ്ഹബ് അനുസരിച്ച് തടകലായിട്ടില്ല. ഹനഫി മദ്ഹബ് അനുസരിച്ച് 4-1 തടകണം. മാലിക്കി മദ്ഹബ് അനുസരിച്ച് തല ഫുള്ള് തടകിയാലേ എന്താകും? തടകാൻ ശരിയാവും. അപ്പൊ നമ്മുടെ പുറകെ ഒരു ഹനഫി നിന്ന ഹനഫിയുടെ നിസ്കാരം ശരിയാവില്ല. ഇങ്ങനെ തടകിയിട്ട് ഒരു ഹനഫി ഷാഫി പോയിട്ട് തറാവി നിസ്കരിപ്പിച്ച ആ ഷാഫിയുടെ പുറകെ നിസ്കരിക്കുന്ന ഹനഫിയുടെ നിസ്കാരമേ ശരിയാവില്ല. അങ്ങനത്തെ മുടി ഉണ്ടാവും. ചിലർ അങ്ങനെയുണ്ട്. താനെ തൊപ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുടി തണ്ട ഇങ്ങനത്തെ മുടിയായിരിക്കും, നെറ്റിയുടെ അവിടെ ഇങ്ങനെ താന്ന് കിടക്കുന്ന മുടിയായിരിക്കും. അത് പതുക്കെ തടയും. അങ്ങനെ തടയാലും നമ്മൾ തടകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സാധനം എടുത്ത് മാറ്റിയേക്കണം. ഇതിനകത്ത് തല തടക്കുമ്പോൾ എന്തിനാ ഈ തൊപ്പി വെച്ചോണ്ട് തല തടകാൻ പോണ്ട കാര്യം എന്താ? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തല തടകിയത് മറ്റേ യുദ്ധത്തിന് പോകുന്ന സമയത്ത് കെട്ടുന്ന ഒരു തലപ്പാവുണ്ട്, ഹൗദജും മറ്റും ഉള്ള തലപ്പാവ്. അത് അഴിച്ചു മാറ്റൽ ഭയങ്കര പാടാണ്. ആ സമയത്ത് തടകിയതാണ്. ഇങ്ങനെ തടകിയിട്ട് പിന്നെ ബാക്കി അമ്മാമയിലേക്ക് തടകിയ ഒരു സംഭവം ഉള്ളത്. ബാക്കി എല്ലാ സമയത്തും നബിതങ്ങൾ നഗ്നമായ തലയിലാണ് തടകിയിരിക്കുന്നത്. ഫുൾ സുന്നത്ത് കണ്ട ഇങ്ങനെ തടകല. ഇനി തൊപ്പി നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് മാറ്റാമല്ലോ. ഇതിനെ ഫ്രണ്ടിലത്തെ കൈ കൊണ്ട് ഇങ്ങനെ മാറ്റിയിട്ട് എന്ത് ചെയ്യാം? തൊപ്പി വെക്കാൻ എവിടെയും സ്ഥലം ഇല്ലെങ്കിൽ. പക്ഷെ തല ഫുള്ളായിട്ട് നമ്മൾ തടകിയിരിക്കണം. 3 മുട്ടം നമ്മൾ കടക്കുന്നുണ്ട്. കമ്മിയത്ത് പോലെ തന്നെ കൈഫിയത്തും പ്രധാനപ്പെട്ട ഘടകമാണ്. തല തടക്കുന്നതിന്റെ കൈഫിയത്തിന്റെ സുന്നത്തായ രൂപം ഇസ്തിയാബുർ റാസാണ്. ഇസ്തിയാബുർ റാസാണ്. അത് ഇസ്തിയാബുർ റാസ് തന്നെ ചെയ്യണം. ഹനഫികൾ 4-1 തടകരുത്. അത് ഫർള് കിതാബിനകത്ത് പറയുന്നത്, അത് അമൽ ചെയ്യാനുള്ളതല്ല. അത് അക്കല്ലുമാബിഹി, ആ കാര്യം ചെയ്യാൻ ഏറ്റവും ചുരുങ്ങിയത് ഇതെങ്കിലും ചെയ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണത്. അതല്ലാതെ അത് ചെയ്ത് അമൽ ചെയ്യാനുള്ളതല്ല. അമൽ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും സുന്നത്തനുസരിച്ചാണ് അമൽ ചെയ്യേണ്ടത്. അതുകൊണ്ട് തല തടകുന്ന സമയത്ത് ഇസ്തിയാബ് റഅസ് നമ്മൾ പാലിക്കണം. അതേപോലെ തന്നെയാണ് ഹനഫികൾ തറാവീൻ ഇമാമത്ത് നിൽക്കുന്ന സമയത്ത് ഷാഫി മദ്ഹബ് അനുസരിച്ച് ഒതു മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഗുഹ്യസ്ഥാനത്ത് തൊടാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ഒതു ചെയ്യണം. ഹനഫി മദ്ഹബിൽ അങ്ങനെ ഒതു ചെയ്യൽ മുസ്തഹബാണ്. മദ്ഹബിന്റെ ഇഖ്തിലാഫിൽ നിന്നും പുറത്തു പോകാൻ വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ഇമാമിയങ്ങൾ ശ്രദ്ധിക്കണം. ഇമാം അല്ലാത്തവർ പോലും ശ്രദ്ധിക്കണം. ഇമാം അല്ലാത്തവരും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്ത്രീകളെ തൊടേണ്ടി വരിക അതുപോലുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഹനഫികൾ പോലും ഒതു എടുക്കണമെന്നാണ് കിതാബുകളിൽ പറയുന്നത്. പക്ഷെ ഒതു മുറിയില്ല, അത് വേറെ കാര്യം. എന്നതുപോലെ ഷാഫി മദ്ഹബുകാരും ഈ വിഷയം ശ്രദ്ധിക്കണം. കയ്യിലൊരു മുറിവ് വന്നു, രക്തം പുറപ്പെട്ട ഷാഫി മദ്ഹബിൽ ഒതു മുറിയില്ല, പക്ഷെ ഹനഫി മദ്ഹബിൽ ഒതു മുറിയും. ആ വിഷയം എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. രക്തം പുറപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പോയിട്ട് എന്ത് ചെയ്യണം? രക്തം കഴുകിക്കളഞ്ഞിട്ട് ഒതു എടുക്കണം. അത് ഷാഫി ഇമാമാണെങ്കിലും കാരണം നമ്മുടെ പുറകിൽ നിൽക്കുന്ന ഹനഫികളുടെ നിസ്കാരം ശരിയാകണമെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഇമാമ് കുറേ കാര്യം മുഖ്തദിയുടെ ഏറ്റെടുക്കുമല്ലോ. അൽ ഇമാമു ളാമിനുൻ എന്നാണ്.
അപ്പോൾ ലാമീനാകുമ്പോൾ കുറേ കാര്യം ഏറ്റെടുക്കും. ഇപ്പം എൻ്റെ കാര്യം ഏറ്റെടുക്കണമെങ്കിൽ എൻ്റെ വിശ്വാസം അനുസരിച്ച് അയാളുടെ നിസ്കാരം ശരിയാകണ്ടേ, അപ്പം അയാൾക്ക് തഹാറത്ത് വേണ്ടേ. അപ്പം അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. നമസ്കാരവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മൾ ഈ പറഞ്ഞത്. അതേപോലെ തന്നെ നമസ്കാരത്തിൽ നമ്മൾ തറാവീഹ് നമസ്കാരമാകുമ്പോൾ കുറേയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് സ്പീഡ് പൊതുവെ നാട്ടുകാർ താല്പര്യപ്പെടുന്നൊരു കാര്യമാണ്. നമ്മൾ നമസ്കാരത്തിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിസ്കാരം തീരണം. പക്ഷേ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സുന്നത്തും ഉപേക്ഷിച്ചുകൊണ്ട് നമസ്കാരത്തെ സ്പീഡാക്കരുത്. ഒരു സുന്നത്ത് നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. നമ്മൾ തക്ബീറത്ത് കഴിഞ്ഞ ശേഷം വജ്ജഹത്ത് ഓതുക, അല്ലെങ്കിൽ ഹനഫികൾ സന ഓതുക, ഇത് ഓതാതെ ചാടി പെട്ടെന്ന് കയറിയിട്ട് ഫാത്തിഹയിലേക്ക് പോകേണ്ട കാര്യം ഇല്ല. നമ്മൾ ആ സുന്നത്ത് കറക്റ്റായിട്ട് ചെയ്യണം. അതേപോലെ തന്നെ അത്തഹിയാത്തിനകത്ത് നമ്മൾ സലാത്ത് ചെല്ലണം. സലാത്ത് ചൊല്ലി ദുആ ചെയ്യണമെങ്കിൽ ദുആയും ചെയ്യണം. പക്ഷേ ഉലമാക്കൾ പറയുന്നു, മുഖത്തദീങ്ങൾ ധൃതിയിലാണ് എങ്കിൽ അവർക്ക് പെട്ടെന്ന് തീർക്കണമെന്നുണ്ടെങ്കിൽ സലാത്തിന് ശേഷമുള്ള ദുആ എന്ത് ചെയ്യാം, വേണ്ടാന്ന് വെക്കാം. പക്ഷേ അത്തഹിയാത്തും സലാത്തും ഓതണം. മിക്ക ഹാഫിദീങ്ങളുടെ പിറകെ നിസ്കരിക്കുമ്പോഴും ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ്, അത്തഹിയാത്ത് ഓതി തീരുന്നതിന് മുമ്പ് സലാം വീട്ടുന്നൊരവസ്ഥ ഉണ്ടാകും. അപ്പം എന്തായാലും അങ്ങനെ സ്പീഡിൽ നമ്മൾ ഓതേണ്ടതില്ല. മുഖത്തദീങ്ങളെ നമ്മൾ പ്രത്യേകം പരിഗണിക്കണം. നിങ്ങളെപ്പോലത്തെ സ്പീഡ് മുഖത്തദീങ്ങൾക്ക് ഉണ്ടാകത്തില്ല. അപ്പം അതുകൊണ്ട് പതുക്കെ തന്നെ അത്തഹിയാത്ത്, അതുപോലെ തസ്ബീഹാത്ത് 3 തസ്ബീഹ് വൃത്തിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, തറാവീഹിൽ എന്ത് ചെയ്യണം, ചെയ്യണം. 3 തസ്ബീഹ്. അപ്പോൾ റുക്കൂയിലാണെങ്കിലും സുജൂദിലാണെങ്കിലും 3 തസ്ബീഹ് കൃത്യമായിട്ട്. അതിനകത്ത് നിങ്ങൾ പെട്ടെന്ന് പറയേണ്ട കാര്യമില്ല, പതുക്കെ തന്നെ പറഞ്ഞാൽ മതി. നമസ്കാരം ഒരു റാഹത്താകണം. ഇപ്പം തറാവീഹിന് 1 മണിക്കൂർ സമയം നമ്മൾ എടുക്കുക തന്നെ വേണം. ഇനി അങ്ങേയറ്റം കുറയ്ക്കണേ 55. എന്തിന് ഈ 40 മിനിറ്റ് 10 മിനിറ്റ് ലാഭിച്ചിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? ഒന്നും ചെയ്യാൻ പോകുന്നു. ആൾക്കാരും നമ്മളത് ശ്രദ്ധിക്കണം. ഒരുപാട് നീർക്കില്ല. 1 മണിക്കൂർ 10 മിനിറ്റ്, 1 മണിക്കൂർ 20 മിനിറ്റിലേക്ക് നീട്ടരുത്. പക്ഷേ നമ്മൾ 1 മണിക്കൂർ സമയം എടുക്കുകയാണെങ്കിൽ ഈ പറയപ്പെട്ട സുന്നത്തുകളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് തറാവീഹ് നമസ്കരിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ നമസ്കാരത്തിൽ ഓതുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞു. എപ്പോഴും നമ്മൾ ഓതുന്ന സമയങ്ങളിൽ നമ്മൾ പിന്നെ വഖഫ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് റുക്കൂയിൽ നിർത്തണമെന്നാണ്. കാരണം റുക്കൂകളിൽ നിർത്തുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ സ്ഥലത്തും റുക്കൂയിൽ നിർത്തുക. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ബാക്കി നിൽക്കുന്ന ഒരു ആലിമാണ് നമ്മുടെ പുറകിൽ നിൽക്കുന്നതെങ്കിൽ അയാൾക്ക് ബോധ്യപ്പെടണം, ഞാൻ ഒരു അത്യാവശ്യം ഖുർആൻ മനസ്സിലാക്കുന്ന ഒരാളുടെ പുറകിലാണ് നമസ്കരിക്കുന്നത് എന്ന് അയാൾക്ക് എന്ത് ചെയ്യണം, ഫീൽ ചെയ്യും. അപ്പം അതിനു വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞു, പരമാവധി നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. പക്ഷെ കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പോഴെന്തല്ല, പ്രാക്ടിക്കലല്ല. എന്നിരുന്നാലും നമ്മൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി, റുക്കുകൾ കൃത്യമായ സ്ഥലത്ത്. കാരണം റുക്കുകളെ സംബന്ധിച്ച് പറഞ്ഞു, ഇത് ബുഖാറയിലെ ഉലമാക്കൾ കൊണ്ടുവന്നതാണ് ഖുർആനകത്ത് റുക്കുകൾ. അപ്പം സാധാരണ രീതിയിൽ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ തന്നെ ഖുർആൻ അവർ ഹിസ്ബ്, മൻസിൽ എന്നൊക്കെ പറഞ്ഞ് തക്സീം ചെയ്യുമായിരുന്നു. ഒരു സമയത്ത് ഓതാൻ വേണ്ടി, ഒരു ദിവസം ഓതാൻ വേണ്ടിയുള്ള അളവിനെ നിശ്ചയിച്ചുകൊണ്ട്. അപ്പം നിങ്ങളത് കേട്ടിട്ടുണ്ടാവും, ഫമി ബി ഷൗക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹിസ്ബുകളെ തക്സീം ചെയ്യുന്നത് കേട്ടിട്ടുണ്ടാവും. ഫമി ബി ഷൗക്ക് എന്ന് വെച്ചാൽ സഹാബാക്കളുടെ കാലഘട്ടത്തിൽ, അതായത് 7 ഹിസ്ബുകളാക്കി, 7 ഭാഗങ്ങളാക്കിയിട്ട് അതിന് മൻസിൽ എന്നും പറയും. പരിശുദ്ധ ഖുർആനെ ഒരാഴ്ച കൊണ്ട് ഖത്തം ചെയ്യുന്ന രൂപം. ഫാത്തിഹ മുതൽ ഫമി, അതിൻ്റെ ഷോർട്ട് ഫോമാണ് ഞാൻ പറഞ്ഞത്, ഫമി ബി ഷൗക്ക്. അത് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാവും. ഫമിയുടെ ഫാത്തിഹ, മീ മായിദ, യാ യൂനുസ്. അപ്പം ഫാത്തിഹ മുതൽ മായിദ വരെ ഒരു ദിവസം ഓതുന്നു, മായിദ മുതൽ യൂനുസ് വരെ അടുത്ത ദിവസം ഓതുന്നു. പിന്നെ ബി ഷൗക്ക്, ബനു ഇസ്രായീൽ. അത് കഴിഞ്ഞ് പിന്നെന്താണ്, ഷീൻ, ഷുഅറ. പിന്നെ വാവ്, അതെന്താണ്, വസാഫാത്ത്. എന്താണ്, വസാഫാത്ത്. പിന്നെ ഖാഫ്, സൂറത്തുൽ ഖാഫ്. ഇതാണ് ഫമി ബി ഷൗഖിൻ. ഈ രീതിയിൽ 7 ദിവസം കൊണ്ട് എന്ത് ചെയ്യാം, ഖുർആൻ ഖത്തമാക്കുന്ന രൂപം സഹാബാക്കളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു.
ഇതേപോലെ തന്നെ അംർ ബിൻ ആസ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം കൊണ്ട് ഖുർആൻ ഖതം ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരുന്നു. അതിൽ കൂടുതൽ ഒരിക്കലും ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പൊ അതിനു വേണ്ടി 3 ദിവസത്തിന് വേണ്ടിയുള്ളതാണ് ഫീൽ എന്ന് പറയുന്ന ഒരു ഹിസ്ബ്. ഫീൽ എന്ന് പറഞ്ഞാൽ ഫാത്തിഹ മുതൽ യൂനുസ് വരെ, യൂനുസ് മുതൽ ലുഖ്മാൻ വരെ, ലുഖ്മാൻ മുതൽ അവസാനം വരെ, ഇതാണ് ഫീൽ. അങ്ങനെ 2 രൂപമുണ്ട്, ഫമി, ബിഷോപ്പ്. ശേഷം ബുഖാറയിലെ ഉലമാക്കൾ വന്നുകൊണ്ടാണ് ഈ പറയപ്പെട്ട 540 റുക്കു ആക്കിയിട്ട് ഓരോ റുക്കുവും കൃത്യമായി ഓതുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ 27-ാം രാവിൻ്റെ അന്ന് എന്ത് ചെയ്യും, 27 തറാവീഹിന് കൃത്യമായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഖുർആൻ സൂറത്തുൻ നാസ് വരെ എത്തിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഇത്. പക്ഷെ ഇവിടെ നമ്മൾ റുക്കുകൾ തിരഞ്ഞെടുക്കുമ്പോഴും ഇത് ശേഷം വന്ന കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇമാം ബുഖാറയുടെയൊക്കെ കാലം, പിന്നെ ബുഖാറയിലുള്ള ഉലമാക്കൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാലഘട്ടത്തിന് ശേഷം വന്ന തക്സീമുകളായത് കൊണ്ട് തന്നെ ഇതിൽ ഉലമാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസവുമുണ്ട്. അതേപോലെ തന്നെ ഈ റുക്കുവിനകത്തും ചില, ഉദാഹരണമായിട്ട് ഖുർആനകത്ത് ഒരു റുക്കുവിൽ അതിൻ്റെ അടയാളപ്പെടുത്തിയിരിക്കുന്ന സ്ഥലം കൃത്യമല്ല. ആശയം പൂർത്തിയാകുന്നതിന് മുമ്പേ റുക്കു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് സൂറത്തുൽ വാഖിയയിൽ ആദ്യത്തെ റുക്കു ആണ്. അവിടെ അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞു വരുന്ന സ്ഥലത്ത് ആ റുക്കു പൂർത്തിയാകേണ്ടത് സുല്ലത്തും മിനൽ അവ്വലീൻ വസുല്ലത്തും മിനൽ ആഖിരീൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്നുവെച്ചാൽ അവ്വലീങ്ങളിൽ നിന്ന് വലിയൊരു ജമാഅത്ത്, അതുപോലെ തന്നെ പിൻകാലത്ത് നിന്ന് വന്നവരുടെ വലിയൊരു ജമാഅത്ത് അസ്ഹാബുൽ യമീനിൽ പെട്ടതാണ് എന്നാണ് ആ ആയത്തിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ടാണ് അസ്ഹാബു ഷിമാൽ പറയുന്നത്. ഇവിടെ സുല്ലത്തു മിനൽ അവ്വലീൻ വസുല്ലത്തു മിനൽ ആഖിരീൻ എന്ന് പറയുന്നത് റുക്കു കഴിഞ്ഞിട്ടാണ് സാധാരണ ഖുർആനിനകത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം അവിടെ നമ്മൾ നിർത്തേണ്ടത് ഈ കാര്യം ശ്രദ്ധിക്കണം. വാഖിയയിൽ മാത്രം റുക്കുവിൻ്റെ സ്ഥലത്ത് ഈ സുല്ലത്തു മിനൽ അവ്വലീൻ വസുല്ലത്തു മിനൽ ആഖിരീൻ പറഞ്ഞിട്ട് നിർത്തണം. അത് കഴിഞ്ഞിട്ട് അസ്ഹാബു ഷിമാൽ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം, നമ്മൾ ഓതണം. ഇതേപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹ നമ്മൾ ഓതുമ്പോൾ ചിലപ്പോഴൊക്കെ ഒറ്റ ശ്വാസത്തിൽ ഓതി തീർക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു ശ്വാസത്തിൽ പറ്റാത്തത് കൊണ്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് നിർത്തിയിട്ട് 2 ശ്വാസത്തിലെങ്കിലും പിടിക്കാറുണ്ട്. അങ്ങനെ ഓതരുത്. നമുക്ക് ഫാത്തിഹയുടെ വിഷയത്തിലും ആയത്തുകൾ നമ്മൾ ചേർത്ത് ഓതുകയാണെങ്കിലും ഒരു ഹദീസ് നമ്മുടെ മുമ്പിൽ എപ്പോഴും വേണം. ഖുസ്സിമത്തു സ്വലാത്തു ബൈനി വ ബൈന അബ്ദി നിസ്ഫൈൻ എന്ന് പറഞ്ഞൊരു ഹദീസുണ്ട്. എൻ്റെയും എൻ്റെ ദാസൻ്റെ ഇടയിലും ഫാത്തിഹ എന്ത് ചെയ്തിട്ടുണ്ട്, നിസ്കാരത്തെ തക്സീം ചെയ്തിട്ടുണ്ട്. നിസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിഹയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഈ 3 കാര്യങ്ങൾ അത് അള്ളാഹ്ക്കുള്ളതാണ്. അപ്പം ഇവിടെ നമ്മൾ നിർത്താവും. ചേർത്ത് ഓതുമ്പം മാലികി യൗമിദ്ദീൻ വരെ കൊണ്ടുവന്നിട്ട് നിർത്തണം. അത് കഴിഞ്ഞ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇത് അടിമയ്ക്കും അള്ളാഹ്ക്കും ഉള്ളതാണ്, 2 പേർക്കും കൂടെ ഉള്ളതാണ്. അപ്പം അവിടെ നമ്മൾ നിർത്തണം. പിന്നെ ഇഹ്ദിന തൊട്ട് അവസാനം വരെ നമുക്ക് നിർത്താം. അപ്പം നമ്മൾ ചേർത്ത് ഓതുമ്പോഴും നിർത്തുന്ന സമയത്ത് പോലും ഒരാശയം പൂർത്തിയാകുന്നുണ്ടോ എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കേണ്ടതുണ്ട്. ആയത്തുകളാണ്, നിർത്താം, നമുക്ക് ചേർത്ത് ഓതാം. പക്ഷെ എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെയൊക്കെ നമ്മുടെ ആശയം എന്ത് ചെയ്യുന്നുണ്ടോ, പൂർത്തിയാകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവം ബിലാലുസ നേരത്തെ നമ്മളടുത്ത് പറഞ്ഞതാണ്. പൊതുവെ ഞാൻ പറഞ്ഞു വരുന്നത് സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ചില കാര്യങ്ങൾ ഞാൻ ഉണർത്തിയെന്നേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മൾ സൂറത്ത് മുഹമ്മദിൽ നമ്മുടെ വഖഫിൻ്റെ സ്ഥലം പരിശുദ്ധ ഖുർആനിൽ അടയാളപ്പെടുത്തിയതിനകത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സൗദി മുസ്ഹഫിനകത്തൊന്നും വഖഫിൻ്റെ അടയാളപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ചില ഇന്ത്യൻ മുസ്ഹഫിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ആശയം വെച്ച് നോക്കുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലമാണ് ആ ആയത്ത്. അത് മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളലൻ മിനല്ലാഹി വറിദ്വാന. നമ്മൾ ഹാഫിദീങ്ങൾ നിർത്തുന്ന സമയം വരുമ്പോൾ ദാലിക മസലുഹും ഫി തൗറാത്തി വ മസലുഹും ഫിൽ ഇൻജീൽ എന്നും പറഞ്ഞങ്ങ് നിർത്തും. അപ്പോൾ കാരണം തൗറാത്തും ഇഞ്ചിയിലും കൂടെ ഒന്ന് അടുപ്പിച്ചിരിക്കട്ടെ, തൗറാത്തിനെ മാത്രം മാറ്റിയിട്ട് ഇഞ്ചിലിനെ മാത്രം ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് 2 കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്ത് നിർത്തുന്നത്. പക്ഷെ ആയത്തിൻ്റെ ഒഴുക്ക് അങ്ങനെയല്ല. ആയത്തിൽ പറയുന്നത് ദാലിക മസലുഹും ഫി തൗറാത്ത് എന്ന് പറഞ്ഞത് ഇവിടെയാണ് നിർത്തേണ്ടത്.
ഈ പറഞ്ഞതാണ് തൗറാത്തിൽ അവരുടെ ഉപമ. തൗറാത്തിന്റെ വിഷയം കഴിഞ്ഞു. എന്താണ്? അവരുടെ മുഖത്തെന്തുണ്ട്? സീമാഹും ഫീ ഉജൂഹിഹിം മിൻ അസരി സുജൂദ് എന്ന് പറയുന്നത് തൗറാത്തിലുണ്ട്. അടുത്തൊരു വിഷയമാണ് പറയുന്നത് വമസലുഹും ഫിൽ ഇൻജീലി കസറഇൻ അഖറജ ശത്വഅഹു. എന്നാൽ ഇൻജീലിൽ അവരുടെ ഉപമ ഒരു കൃഷി പോലെയാണ്. എങ്ങോട്ടാ പോകുന്നത്? അങ്ങോട്ടല്ലേ പോകുന്നത്. അപ്പൊ നമ്മൾ ഇഞ്ചിയിൽ അങ്ങോട്ട് കയറ്റിയിട്ടിട്ട് പിന്നെ കസറഇൻ അഖറജ ശത്വഅഹു എന്ന് പറയുമ്പോഴത്തേക്ക് എന്താവില്ല, ബാക്കി നിൽക്കുന്ന ആൾക്ക് മൗലവിക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് എന്തായാലും എന്ത് ചെയ്യും? തോന്നും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അപ്പൊ നിർത്തുന്ന സമയത്തും നമ്മൾ അത് മസാലപരമായിട്ട് നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തിലാവത്തിന്റെ വിഷയത്തിൽ. അപ്പൊ ഈ രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സ്പീഡിൽ ഓതുകയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള അർത്ഥം പൂർത്തിയാകുന്ന കാര്യം, അത് ഹാഫിളീങ്ങൾ അത്യാവശ്യം ആലിമീങ്ങളായവർക്കാണ് കൃത്യമായി മനസ്സിലാവും. ചെറിയ വിദ്യാർത്ഥികളാണെങ്കിൽ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി 2 ഉദാഹരണം പറയണം. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഫാത്തിഹയുടെ കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ സൂറത്തുൽ വാഖിയയിൽ റുക്കുവിൻ്റെ കാര്യവും ശ്രദ്ധിക്കാൻ പറ്റും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം എന്ന് ഞാൻ പറയുകയാണ്. അതേപോലെ തന്നെ ഹനഫികൾ 3 പേരുണ്ടെങ്കിലും പറയണമല്ലോ. ഹനഫികൾ തറാവീഹ് നിസ്കരിപ്പിക്കുമ്പോൾ പൊതുവെ സൂറത്തിന് മുമ്പ് ബിസ്മില്ല ഉറക്കെ ഓതാറില്ല. അപ്പം ഹനഫി മദ്ഹബ് അനുസരിച്ച് ബിസ്മില്ല ഉറക്കെ ഓതണ്ടെന്നാണ്. കാരണം ഫാത്തിഹയിലും ബിസ്മി ഉറക്കെ ഓതരുത്, സൂറത്തിലും ഉറക്കെ ഓതേണ്ടത്. 2ഇടത്തും പതുക്കെയാണ്, സിറനാണ് ഓതേണ്ടത്. പക്ഷേ ഈ മസ്അല അനുസരിച്ച് ഫുള്ളങ്ങ് പോയേക്കരുത്. ഒരു തവണയെങ്കിലും സൂറത്തിന് മുമ്പായി നമ്മൾ ഉറക്കെ ബിസ്മില്ല ഓതിയിരിക്കണം ഹനഫികൾ. അത് അവസാനം ഓതിയാലും മതി, അല്ലെങ്കിൽ അലിഫ്ലാമീം ഓതുന്നതിന് മുമ്പ് ബിസ്മില്ല ഓതിയിട്ട് അലിഫ്ലാമീം നിങ്ങൾ ഓതുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഹനഫി മദ്ഹബിൽ തന്നെ ഈ നമ്മുടെ വൈന്നഹു മിൻ സുലൈമാന വൈന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഇല്ല. ഇത് കൂടാതെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന ഒരു ആയത്ത് അത് അവതരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് അവതരിപ്പിക്കപ്പെട്ട ഖുർആന്റെ ഒരു ആയത്ത് തന്നെയാണ്. അപ്പം നമ്മളത് ഓതാതിരുന്നാൽ ഖുർആൻ പൂർത്തിയാവില്ല. ആ ഒരു ബിസ്മില്ല നമ്മൾ ഓതാതിരുന്നാൽ ഖുർആൻ എന്താവില്ല? പൂർത്തിയാവില്ല. അതുകൊണ്ട് ഹനഫികൾ ഖുർആൻ തറാവീഹ് നിസ്കരിപ്പിക്കുമ്പോൾ ഒരു ഒന്നും നിർബന്ധമൊന്നുമില്ല, 2 3 സൂറത്തുകളിലെല്ലാം ഓതാം. അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ ഒരു സൂറത്തിലെങ്കിലും സൂറത്ത് തുടങ്ങുന്നതിന് മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ത് ചെയ്യണം? ഉറക്കെ ഓതണം. ഇനി അതേപോലെ തന്നെ ഷാഫികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ നമസ്കാരങ്ങളിലും അതിപ്പോൾ സൂറത്തിൻ്റെ പകുതിക്ക് വെച്ച് ഓതുകയാണെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഉറക്കെ ഓതണം. പൊതുവെ സൂറത്തിൻ്റെ പകുതി വെച്ച് ഓതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഉറക്കെ ഓതുന്നതായിട്ട് കേൾക്കാറില്ല. ഓതണ്ടേ? സമസ്സാദ് സൂറത്തിൻ്റെ പകുതി വെച്ചിട്ടാണ് ഓതുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഉറക്കെ ഓതണ്ടേ? ഷാഫി മതം അനുസരിച്ച് ഓതണം. അത് ശ്രദ്ധിക്കണം എല്ലാവരും. സുന്നത്താണ്, അതുകൊണ്ട് അത് ഓതണം. ഇനി അത് വിട്ടാല് നിസ്കാരത്തിനെ ബാധിക്കൂല, സുന്നത്താണ്. പക്ഷെ എന്നാൽ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഇന്ന് നമ്മൾ സമസ്സാദായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തു. കാരണം ഇത് പൊതുവെ ഷാഫി ഇമാമിങ്ങൾ ഇങ്ങനെ ഓതുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ വിഷയം രാവിലെ ഒരു യാത്രയിൽ ഉസ്താദായിട്ട് ചർച്ച ചെയ്ത പുസ്തകം പറഞ്ഞതാണ്, അത് ഓതേണ്ടതാണ്, സുന്നത്താണെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ആ കാര്യം എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് വരാൻ പോകുന്ന നമസ്കാരത്തിൻ്റെ മസായിലുകൾ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്നവരാണ്. കാരണം നമ്മളെല്ലാം നിസ്കരിക്കുന്നവരായതുകൊണ്ട് അതിൻ്റെ കൂടുതൽ പറയേണ്ടതില്ല. ഇത് നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്? ഉണർത്തിയത്. അതേപോലെ തന്നെ ഹനഫി മദ്ഹബ് അനുസരിച്ച് ഫാത്തിഹ ഒരിക്കലും ബിസ്മില്ല ഓതാതെ ഓതരുത്. സിറനാണെങ്കിലും നിങ്ങൾ ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മി ഓതിയിരിക്കണം. സിറനാണെങ്കിലും ഫാത്തിഹ ബിസ്മി ഉറക്കെ ഓതണ്ടെന്നേ ഉള്ളൂ, ബിസ്മി ഓതരുത് എന്ന് എവിടെയും പറയുന്നില്ല. ആകപ്പാടെ ചർച്ചയുള്ളത് സൂറത്തിന് മുമ്പ് ബിസ്മി ഓതണോ വേണ്ടയോ എന്ന വിഷയത്തെ ചർച്ചയുണ്ട്. പക്ഷേ ഹനഫി മദ്ഹബിൽ മുഫ്താബിഹിയായ അഭിപ്രായം, റാജിയായ അഭിപ്രായം സൂറത്തിന് മുമ്പ് ബിസ്മി പതുക്കെ ഓതൽ സുന്നത്താണെന്നാണ്. പക്ഷെ ഫാത്തിഹയ്ക്ക് മുമ്പ് ബിസ്മി ഓതൽ
സുന്നത്ത് തന്നെയാണ്, അതിനകത്ത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് ഹനഫി മദ്ഹബ് അനുസരിച്ച്, കാരണം ഷാഫി മദ്ഹബ് അനുസരിച്ച് അതൊരു സൂറത്തിൻ്റെ ഒരു ആയത്താണ്. ഫാത്തിഹ എന്ന് പറയുന്നത് ബിസ്മി എന്നത് ഫാത്തിഹയുടെ ഒരു ആയത്താണ്. അതുകൊണ്ട് നമ്മുടെ പുറകെ നമ്മുടെ ഇമാം അത് ഓതിയില്ലെങ്കിൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് പുറകെ നിസ്കരിക്കുന്നവരുടെ നിസ്കാരം പ്രശ്നമാകും. അപ്പം അതുകൊണ്ട് സിർറനാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹനഫി മദ്ഹബ് അനുസരിച്ച് എന്തായാലും ഫാത്തിഹയ്ക്ക് മുമ്പ് ഓതിയിരിക്കണം. ഇനി നമസ്കാരവുമായിട്ട് നമുക്ക് പൊതുവെ സംഭവിക്കാറുള്ളതാണ് നിസ്കാരത്തിൽ ഉണ്ടാകുന്ന സഹവ്. നിസ്കാരത്തിൽ മറവി സംഭവിക്കുക. നിസ്കാരത്തിൽ എന്ത് ചെയ്യും? പൊതുവെ മറവി സംഭവിക്കും. 2 റക്അത്ത് അത്തഹിയാത്ത് ഇരിക്കാതെ നേരെ 3-ാമത്തെ റക്അത്തിലേക്ക് എന്ത് ചെയ്യും? പോകും. തിരിഞ്ഞ 3-ാമത്തെ റക്അത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ എന്ത് ചെയ്യും? ബാക്കിലുള്ള മുഖത്തെ നിങ്ങൾ ഓർമ്മപ്പെടുത്തും. 3-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ് പോകുമ്പം അവർ സുബ്ഹാനല്ലാഹ് എന്ന് പറയും. നിങ്ങൾ എന്ത് ചെയ്യും? സിമ്പിളായൊരു കാര്യം. ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലെന്നുണ്ടോ? 2-ാമത്തെ റക്അത്ത് അത്തഹിയാത്ത് ഇരിക്കാതെ നമ്മൾ വിചാരിച്ചു ഇത് 2-ാമത്തെ റക്അത്താണ് ഇത് എന്ന് വിചാരിച്ചു. ഇത് എൻ്റെ ആദ്യത്തെ റക്അത്ത് കഴിഞ്ഞതേ ഉള്ളൂ എന്ന് വിചാരിച്ചു നേരെ നമ്മളങ്ങ് എഴുന്നേറ്റ് നിന്നപ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് ബാക്കിൽ നിന്ന് വിളി വന്നു. നമ്മൾ എന്ത് ചെയ്യണം? ആ റക്അത്ത് നിങ്ങൾ പൂർത്തിയാക്കണം. വേറൊരു അഭിപ്രായം പറയാം. സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ അവിടെ ഇരിക്കണം. മാഷാ അല്ലാഹ്. അടുത്ത ഇരുന്നിട്ട് അത്തഹിയാത്ത് ഓതിയിട്ട് സലാം വീട്ടണം. സുജൂദൊന്നും ചെയ്യണ്ടായോ? സഹവിന്റെ സുജൂദാണ്. ആ മിടുക്കൻ. ഇനി അറിയലുണ്ടോ? അങ്ങനെ പറഞ്ഞാലല്ലേ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആവും. പറഞ്ഞോ? ഇരിക്കാൻ പാടില്ല. പിന്നെ എന്ത് ചെയ്യണം? 3-ാമത്തെ റക്അത്ത് പൂർത്തിയാക്കണം. അടുത്ത ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വെച്ചിട്ട് ഈ മസല ഞാനിപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ ഉസ്താദുണ്ട്, ഇത് നമുക്കൊരു ചർച്ച ചെയ്ത് നമ്മളത് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ കുറേ മസല ഇങ്ങനെ സഹുവിൻ്റെ മസല ഇങ്ങനെയാന്ന് പറഞ്ഞുകൊണ്ട് കിതാബി നോക്കിയിട്ട് നമുക്ക് പോലും അത് ഓർമ്മ നിൽക്കുന്നില്ല, കിട്ടൂല അത്. അതുകൊണ്ട് ഇതൊന്ന് ചർച്ചയ്ക്ക് വെച്ചിട്ട് 2 പേര് സംസാരിച്ചിട്ട് നമുക്കിത് പറയുമ്പോൾ നമുക്കത് ഓർമ്മ നിൽക്കും. അതുകൊണ്ടല്ലാതെ നിങ്ങളിൽ ഇത് ഓർമ്മ നിൽക്കുന്ന ആളെ പരീക്ഷിക്കാൻ വേണ്ടി ഒന്നുമല്ല. ഈ സാധനം എന്ന് പറഞ്ഞാൽ സഹവിൻ്റെ എന്ന് പറയുന്ന സാധനം എപ്പോഴും നോക്കേണ്ടി വരും. എൻ്റെ അവസ്ഥ പറയാണ്, സഹവിൻ്റെ മസാല ചോദിക്കുമ്പോഴത്തേക്ക് ചിലർ ഇപ്പോഴും ഈ അടുത്ത് വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് നിസ്കാരത്തിൻ്റെ ഒരു സഹവിൻ്റെ സംഭവം നമ്മൾ നോക്കിയിട്ട് പറയാൻ തന്നെ പറയും. കാരണം ആ ചിലപ്പോൾ നമ്മുടെ മസാല നിൽക്കൂല. ചില മസാലകൾ അങ്ങനെയാണ്. ഹജ്ജിൻ്റെ മസാല അങ്ങനെയാണ്. എല്ലാ വർഷവും നോക്കേണ്ടി വരും. അത് സാധനം നിൽക്കൂല നമുക്ക്. അപ്പം അതുകൊണ്ട് ഇത് തെറ്റ് പറഞ്ഞത് കൊണ്ട് അത് ഒരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ ഞാൻ ഈ വിഷയം നോക്കാതെ നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു ഞാനും ചിലപ്പോൾ ഇത് പറയും, തെറ്റ് പറയും. അത് പ്രശ്നമേ അല്ല. മസലയുടെ വിഷയത്തിൽ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ സത്യത്തിൽ ചെയ്യേണ്ടത്, മോൻ്റെ പേരെന്താ? മുഹമ്മദ് ഇർഫാൻ. ആ ചെയ്യാവുന്ന കാര്യം ഒന്ന് മൈക്കി പറയാവോ? ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിൽ ഇത് നിൽക്കാൻ വേണ്ടിയാണ്. തിരിഞ്ഞു നിന്നിട്ട് ഇരുന്നിട്ട് അത്തഹിയാത്ത് ഓതിയിട്ട് സഹവിന്റെ സുജൂദിൽ സലാം വീട്ടണം. നമ്മൾ അത്തഹിയാത്തിൽ ഇരിക്കാതെ എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ ഹനഫി മദ്ഹബ് ആണെങ്കിലും ഷാഫി മദ്ഹബ് ആണെങ്കിലും നേരെ എന്ത് ചെയ്താൽ നമ്മൾക്ക് ആ ഓർമ്മ വന്നു, എന്തല്ല ഇത് 2-ാമത്തെ റക്അത്തല്ല 3-ാമത്തെ റക്അത്താണ്, അല്ലെങ്കിൽ നമ്മുടെ മുസല്ലിങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചു. അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തേക്കണം? നേരെ പോയി ഇരുന്നേക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ഇരിക്കണം. ഇരുന്നതിന് ശേഷം അത്തഹിയാത്ത് ഓതി സഹവിൻ്റെ സുജൂദ് ചെയ്യണം. ഷാഫി മദ്ഹബ് ഇങ്ങനെയല്ലേ സാർ? ഹനഫി മദ്ഹബ് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ആ റക്അത്ത് പൂർത്തിയാക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വേറൊരു മസലയാണ്. അത്തഹിയാത്തിൽ ഇരുന്നതിന് ശേഷം എഴുന്നേൽക്കുന്ന അവസ്ഥ. തറാവീഹിൽ അത് ഉണ്ടാവാത്തത് കൊണ്ട് ആ മസല ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. അത്തഹിയാത്ത് ഇരുന്നിട്ട് ഫർദ് നിസ്കാരത്തിനൊക്കെ അത്തഹിയാത്ത് ഇരുന്നിട്ട് 2-ാമത്തെ അത്തഹിയാത്ത് ഇരുന്നിട്ട് ആദ്യത്തെ അത്തഹിയാത്താണ് തെറ്റിദ്ധരിച്ച് എഴുന്നേറ്റു. അപ്പം എന്ത് ചെയ്യണം എന്നുള്ളൊരു ചർച്ചയുണ്ട്. അപ്പം അത് ആ റക്അത്ത് സുജൂദ് ചെയ്തിട്ടുണ്ട് എങ്കിൽ, ഞാൻ വെറുതെ അതൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഈ മസല നിങ്ങളുടെ ദീനിൽ നിന്ന് കളയുന്നില്ല, അതുകൊണ്ട് അത് പറയുന്നതുമില്ല. ഈ മസല കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. 3-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ ഒന്നും ചെയ്യേണ്ട, ഓർമ്മപ്പെടുത്തി അപ്പം തന്നെ നമ്മൾ അത്തഹിയാത്തിലേക്ക് ഇരിക്കുക. ഓക്കെയാണ്? ഇനി അടുത്ത സ്റ്റെപ്പ് ആരും ഓർമ്മപ്പെടുത്തിയില്ല.
നമ്മൾ പറഞ്ഞ മുസല്ലീങ്ങളാ. അങ്ങനെ മൂന്നാമത്തെ റക്കായത്താണെന്ന് വിചാരിച്ച്, അല്ല രണ്ടാമത്തെ റക്കായത്താണെന്ന് വിചാരിച്ച് നമ്മൾ മൂന്നാമത്തെ റക്കായത്ത് നിസ്കരിച്ച് പൂർത്തിയാക്കി. അപ്പ ബാക്കിലുള്ള ഒരാൾക്ക് മൂന്നാണോ നിസ്കരിച്ച രണ്ടാണോ? അപ്പ അവിടെ രണ്ടാ. അപ്പൊ അടുത്ത ആള് ഇല്ലില്ല മൂന്നാ. ഇവരുടെ ഇടയിൽ ഭയങ്കര വിഷയം. ആകെ നമുക്ക് തശ്വീശായി. നമ്മളും ചിന്തിച്ചപ്പോൾ ശരിയാണല്ലോടാ, മൂന്നാണല്ലോ. ഞാൻ ഇപ്പൊ 3 റുക്കു ഓതിയല്ലോ, അല്ലെങ്കിൽ 3 പേജ് ഓതിയല്ലോ. നമുക്ക് ഉറപ്പായി എത്രയാണെന്ന്. 3. സലാമൊക്കെ കഴിഞ്ഞ് വർത്താനം നടക്കുക. എന്ത് ചെയ്യും? ഇങ്ങനൊരു സംഭവിക്കാൻ സാധ്യതയില്ലേ? സംഭവിക്കാൻ സാധ്യതയില്ലേ? നിസ്കാരത്തിലൊന്നുമില്ല, 3 റക്അത്ത് നിസ്കരിച്ചു, നമുക്ക് ഉറപ്പായി സംഭവം നിസ്കരിച്ചത് 3 എന്ത് ചെയ്യും? ഓക്കെ, ആ പോയി തറാവീഹ് 3 റക്അത്ത് നിസ്കരിച്ചത് അത് മാറ്റി വെച്ചു. അത് ഒന്നുകൂടെ 2 റക്അത്ത് എന്ത് ചെയ്യണം? നിസ്കരിക്കണം. ഷാഫി മദ്ഹബ് അനുസരിച്ച് എന്ത് ചെയ്യും? ആ ഓതിയത് തന്നെ മടക്കണം. കാരണം നിസ്കാരം ബാത്തിലായപ്പോൾ അവിടുത്തെ തിലാവത്തും പോയി. ആ ഓതിയതെല്ലാം കൂടെ മടക്കി ഒന്നുകൂടെ നിസ്കരിക്കണം. ഷാഫി മദ്ഹബ് അനുസരിച്ച് ഷാഫി ഉസ്താദ്മാരാ പറയേണ്ടത്. 2 റക്അത്തായിട്ട് പരിഗണിക്കണം. 3 നിസ്കരിച്ചെങ്കിൽ അതിനെ 2 പരിഗണിക്കാം. എന്നിട്ട് 3-ാമത്തെ റക്അത്തിൽ ഓതിയത് ഒന്നുകൂടെ ഓതണം. ഈ നിസ്കാരം ശരിയായി. ഓക്കെ അല്ലേ? എന്താ ഷാഫികൾ ആരും മിണ്ടുന്നില്ല? ഓക്കെ അല്ലേ? മറന്നിട്ടാണല്ലോ സംഭവിച്ചത്. അപ്പൊ പ്രശ്നം വരുന്നത് എന്താന്ന് വെച്ചാല്, പറഞ്ഞോ. 3 ഉറപ്പായാൽ ബാത്തിലാവൂ. മറന്നുകൊണ്ടാണ് 3 നിസ്കരിച്ചത്. ബാത്തിലാവുമോ? ഇമാമ് സംഭവിച്ചതെല്ലാം മറന്നുകൊണ്ട് പിന്നെയാണ് ഉറപ്പായത്. നിസ്കാരം കഴിഞ്ഞിട്ടാണ് സംഭവം ഉറപ്പായത് 3 ഇവിടെ ഒരുറപ്പുമില്ല. ഇമാമിന് കുഴപ്പമില്ല. മുഖ്തദീങ്ങൾ, ഈ കോലത്തിലുള്ള മുഖ്തദീങ്ങൾക്കും കുഴപ്പമില്ലല്ലോ. ഏത്? ഇവർക്കൊന്നും അറിയത്തില്ല. ഇവരും 3 വിചാരിച്ച് 2-മത്തെയാണെന്ന് വിചാരിച്ചാൽ എഴുന്നേറ്റ് നിന്ന്. പക്ഷെ ചില മുഖ്തദീങ്ങൾ ഉണ്ടാവും, നല്ലതുപോലെ അറിയാം ഇത് 3-ാമത്തെ റക്അത്താണ്. ചില മുഖ്തദീങ്ങളുണ്ട്, അവർക്കിത് അറിയാം ഇതെന്താണെന്ന്. എന്നിട്ടും ഇമാമിൽ നിന്ന് മുഫാറഖത്ത് ചെയ്യാതെ അവരെന്ത് ചെയ്ത് എഴുന്നേറ്റ് അങ്ങ് നിന്നു. ഇമാമിനോടൊപ്പം ആ 3-ാമത്തെ റക്അത്ത് അങ്ങ് നിസ്കരിച്ചാൽ ഇവരുടെ നിസ്കാരം എന്താവും? പ്രശ്നമാകും. അങ്ങനെ നിസ്കരിച്ചവരുടെ നിസ്കാരം എന്താകും? പ്രശ്നമാകും. അല്ലെങ്കിൽ എന്താവൂല? ബാക്കി എല്ലാവരും ഈ കോലത്തിൽ തന്നെയാണെങ്കിൽ എല്ലാവരും നിസ്കാരം ആ 2 റക്അത്തായിട്ട് പരിഗണിച്ചിട്ട് പിന്നെ ആ 1 റക്അത്തിന് ഓതിയത് മാത്രം അടുത്ത നിസ്കാരത്തെ എന്ത് ചെയ്താൽ മതി? ഓതിയാൽ മതി. സഹവിന്റെ സുജൂദ് ഷാഫി മദ്ഹബിൽ സുന്നത്തേ ഉള്ളൂ, ഹനഫി മദ്ഹബിൽ വാജിബാണ്. അതുകൊണ്ട് സഹവിന്റെ സുജൂദ് ചെയ്തില്ലെങ്കിൽ നിസ്കാരം മടക്കേണ്ടി വരും ഹനഫി മദ്ഹബിൽ. ഷാഫി മദ്ഹബിൽ നിസ്കാരം മടക്കേണ്ടതില്ല, സുന്നത്ത് മാത്രമായതുകൊണ്ട്. ഹനഫി മദ്ഹബിൽ അങ്ങനെയല്ല, സഹവിന്റെ സുജൂദ് തന്നെ വാജിബാ. അപ്പോൾ ഇതെല്ലാം സഹവിന്റെ സുജൂദ് ചെയ്യാത്തത് കൊണ്ട് ഈ നിസ്കാരം എന്ത് ചെയ്യേണ്ടി വരും? മടക്കേണ്ടി തന്നെ വരും. അപ്പോൾ ഹനഫി മദ്ഹബാണെങ്കിൽ മടക്കണം. ഷാഫി, അപ്പോൾ നമ്മുടെ പുറകെ ഹനഫികളും ഉണ്ടാവും ഷാഫികളും ഉണ്ടാവും. അപ്പോൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഈ നിസ്കാരം ഒന്നുകൂടെ എന്ത് ചെയ്യുക? 2 റക്അത്ത് നിസ്കരിക്കുക. അപ്പോൾ പിന്നെ എല്ലാത്തിനകത്ത് ഇഖ്തിലാഫി നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാകും. സൂക്ഷ്മതയ്ക്ക് വേണ്ടി 2 റക്അത്ത് ഒന്നുകൂടെ എന്ത് ചെയ്യുക? നിസ്കരിക്കുക. അപ്പോൾ ബാക്കി നിസ്കാരം ശരിയായാലും 2 റക്അത്ത് നഫിലാവത്തല്ലേ ഉള്ളൂ, പ്രശ്നമില്ലല്ലോ. ബാക്കിയുള്ളവരുടെ ബാത്തിലായവരുടെ നിസ്കാരം എന്താവും? ശരി ആവും. അതുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുക. ഇനി വേറെ ഒരു സംശയം. ഞാൻ ഈ സഹവിൻ്റെ കാര്യങ്ങൾ പറയുന്നത് എൻ്റെ ഒന്നുകിൽ എനിക്ക് അനുഭവമുള്ളതോ ഞാൻ നേരിട്ട് എനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓതിയത് ഒന്നുകൂടെ ഓതണം. ഈ ബാത്തിലായവർക്ക് ഈ ഖിറാഅത്ത് പോയല്ലോ. അപ്പം അതുകൊണ്ട് ആ ഓതിയത് ഒന്നുകൂടെ എന്ത് ചെയ്യണം? നമ്മൾ ഓതണം. എനിക്ക് അനുഭവം ഉള്ളതേ ഉള്ളൂ, എൻ്റെ അനുഭവം അല്ല നിങ്ങളുടെ അനുഭവം. നിങ്ങൾക്ക് വേറെ ഒരുപാടുണ്ടാവും. ഇനി അടുത്ത വേറൊന്നാണ്, ഒരാള് നമസ്കരിച്ചു. നിസ്കാരത്തിൽ നമ്മൾ ഭയങ്കര ഫിക്കറിലാണ്. ഒന്നാമത്തെ കാര്യം ഖുർആൻ തെറ്റാതെ ഓതുക എന്ന ഏറ്റവും വലിയൊരു ഫിക്കറാണ് നമ്മുടെ തലയിലുള്ളത്. അപ്പം ഈ പറയപ്പെട്ട സഹവ്, സംശയ, ഷക്കൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ സംഭവിച്ചു. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.
അപ്പൊ നമ്മൾ നേരെ റുക്കൂ ചെയ്യാതെ സുജൂദിലേക്ക് പോയി. സംഭവിക്കാവുന്നൊരു കാര്യമാണ്. റുക്കൂ ചെയ്യാതെ സുജൂദിലേക്ക് പോയി. ആരും സുബ്ഹാനല്ലാഹ് പറയൂല സുജൂദിൽ പോയാൽ. എന്താണെന്നറിയാമോ? എന്താ? മുഖത്തത് വിചാരിക്കും ഇമാമ് തിലാവത്തിന്റെ ആയത്ത് ഓതിയത് കൊണ്ട് പോയതായിരിക്കും. ഈ തിലാവത്തിന്റെ ആയത്ത് ഓതിയത് കൊണ്ട് പോയതായിരിക്കും എന്ന് ആര് വിചാരിക്കും? മുഖത്തത് വിചാരിക്കും. അങ്ങനെ സുജൂദിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് എണ്ണീച്ച് ഇരുന്നപ്പോഴാ മുഖത്തതിക്ക് അറിയാവുന്നടാ തിലാവത്തിന്റെ ആയത്ത് കഴിഞ്ഞ് ഇരിക്കാൻ പാടില്ലല്ലോ, നേരെ കയറുകയല്ലേ വേണ്ടേ. അപ്പൊ വീണ്ടും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിൽ പോകുമ്പോഴാ മുഖത്തതിക്ക് മനസ്സിലാകുന്ന ഇമാമ് റുക്കൂ ചെയ്തിട്ടില്ല എന്ന്. അപ്പൊ കിടന്ന് സുബ്ഹാനല്ലാഹ് വിളിക്കും. ആ സമയത്തെ പൊതുവെ സുബ്ഹാനല്ലാഹ് വിളിക്കാൻ സാധ്യത ഉള്ളൂ. ഇപ്പൊ എന്ത് ചെയ്യും? ഒന്നും ഉത്തരമില്ല. എന്ത് ചെയ്യും? എടേ, എന്തെങ്കിലും ആ സമയത്ത് നിങ്ങൾ ചെയ്ത് രക്ഷപ്പെടേണ്ടതാണ്. നിങ്ങളൊരു പള്ളിയിൽ നിൽക്കാന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ ഇട്ടിട്ട് എൻ്റെ വീട്ടിൽ പോകും പെട്ടി എടുത്തോണ്ടെന്ന് പറയാൻ പറ്റൂലല്ലോ. എന്തേലും അവിടെ ചെയ്തേ പറ്റൂ. എഴുന്നേറ്റ് നിന്ന് റുക്കുകയും എന്നിട്ട് ബാക്കി ഷാഫി മദ്ഹബ് അനുസരിച്ച് അപ്പൊ തന്നെ എഴുന്നേറ്റ് നിന്നിട്ട് എന്ത് ചെയ്യുക? റുക്കൂ ചെയ്യുക. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക? പഴയതുപോലെ നിസ്കരിക്കുക. പിന്നെ മറ്റുള്ളതെല്ലാം പോയി. ആ സുജൂദുകളൊന്നും കണക്കാക്കൂല. ഈ റുക്കൂ കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യണം? ഇഅ്തിദാല് സുജൂദൊക്കെ എന്ത് ചെയ്യണം? ചെയ്യണം. തിരിഞ്ഞ ഇത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യും? ഹനഫി മദ്ഹബ് അനുസരിച്ച് തർത്തീബൊക്കെ വാജിബാണ്. അപ്പൊ അതുകൊണ്ട് റുക്കൂ മാത്രം ചെയ്താൽ മതി. റുക്കൂ മാത്രം ചെയ്തതിന് ശേഷം ലാസ്റ്റ് സഹവിന്റെ സുജൂദ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? ചെയ്യേണ്ടി വരും. സഹവിന്റെ സുജൂദ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഇപ്പം ഷാഫി മദ്ഹബ് മാത്രമേ പറയുന്നത് നല്ലത്. രണ്ട് മദ്ഹബും കൂടെ പറഞ്ഞാൽ ഒന്നുമില്ലാതെ ഹനഫിയോട് പിന്നെ ചോദിച്ചാൽ മതി മസല. അതുകൊണ്ട് ഇപ്പം നമുക്ക് ഷാഫി മദ്ഹബിൽ തന്നെ പോകാം. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞു വന്നത്? ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ വെച്ചാണോ നമ്മുടെ റുക്കുൻ മിസ്സായത് ആ റുക്കുൻ ഒന്നുകൂടെ ചെയ്യണം. ആ റുക്കുൻ എന്ത് ചെയ്യണം? ഒന്നുകൂടെ ചെയ്യണം. ചെയ്തതിന് ശേഷം പിന്നെ തുടർച്ചയുള്ളതാ ചെയ്യേണ്ടത്. നമ്മൾ ആ ചെയ്തത് പോയതിന് പരിഹാരമൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്യണം? ഇഅ്തിദാല്, അത് കഴിഞ്ഞ് സുജൂദ്, വീണ്ടും സുജൂദ്. സാധാരണ രീതിയിൽ നിസ്കാരം എന്ത് ചെയ്യണം? നമ്മൾ പൂർത്തിയാക്കണം. സഹവിന്റെ സുജൂദ് അവസാനം ചെയ്യൽ സുന്നത്തുമാണ്. അത് ചെയ്യുകയും വേണം. മനസ്സിലായോ? ഇനി അടുത്ത് നമ്മൾ ഫുള്ള് ഫിക്കറിലാണ്. ഈ ഭാഗമാണ് ഓതേണ്ടത്. അല്ലാഹു അക്ബറിന് കൈ കെട്ടിയിട്ട് അങ്ങ് ഓതി തുടങ്ങിപ്പോയി. ഫാത്തിഹ ഓതാൻ വിട്ടുപോയി. സംഭവിക്കുന്നതാണ്. ഫാത്തിഹ ഓതാൻ എന്ത് ചെയ്ത്? വിട്ടുപോയി. അപ്പോഴാണ് ഓതി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് സുബ്ഹാനല്ലാഹ് വന്ന്. എന്ത് ചെയ്യും? ഫാത്തിഹ എടുത്തോതണം. എന്നിട്ട് ബോധിയന്റെ ബാക്കി തൊട്ട് ഓതുവോ? തുടക്കം മുതൽ നമ്മൾ ഓതിയത് മുതലുള്ളൂ. സിമ്പിളാണ്, ഒന്നും ചെയ്യേണ്ടതില്ല. എന്ത് ചെയ്താൽ മതി? ആ ഫാത്തിഹ നമ്മൾ ഒന്നുകൂടെ ഓതിയിട്ട് പിന്നെ എന്ത് ചെയ്താൽ മതി? ബാക്കി സൂറത്ത് എന്ത് ചെയ്താൽ മതി? ഓതിയാൽ മതി. മനസ്സിലായില്ലേ? സംഭവിക്കാവുന്ന സംശയം ഇങ്ങനെ സംഭവിച്ചൂടെ? സഹവ് സംഭവിച്ചിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടുണ്ട്? സംഭവിച്ചിട്ട് ഉണ്ട്. ആ ഫിക്കറിലാണല്ലോ ഉള്ളത്. അപ്പൊ നമുക്ക് ഫാത്തിഹ അറിയാതെ വിട്ടുപോകും. ഫാത്തിഹ ഫർളല്ലേ? അപ്പൊ അത് ഓർമ്മിപ്പിച്ചാ ഓക്കെ. ചിലപ്പോൾ നമ്മുടെ മുസ്ലിങ്ങൾ ആരും അത് ഓർമ്മിപ്പിച്ചില്ല. അവരെല്ലാം ഇതേപോലെ വേറെ ദുന്യാവില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിരിക്കും നമ്മളെ പുറകെ ഉള്ളത്. ഇവരാരും ഇത് ശ്രദ്ധിച്ചില്ല. അവസാനം നിസ്കാരം കഴിഞ്ഞു. നിസ്കാരം കഴിഞ്ഞ് 2 രൂപമുണ്ട്. കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം എന്ത് ചെയ്തിട്ടില്ല? ഓർമ്മ വന്നതേ ഇല്ല. അതിന് ഒന്നും ചെയ്യാക്കൂലല്ലോ, അത് പോയി. അത് സാധാരണ രീതിയിൽ ഫിഖിനകത്തൊരു വിഷയമുണ്ട്. ചില സമയത്ത് സവാബ് കിട്ടും, നിസ്കാരം ശരിയാവില്ല എന്ന് പറയുന്നൊരു മസലയുണ്ട്. അപ്പൊ അതിന്റെ ഗണത്തിൽ അതെന്ത് ചെയ്യും? പെട്ടുപോകും. ഇനി ഓർമ്മ വന്നു, ഫാത്തിഹ ഓതിയിലാണ്. അല്ലെങ്കിൽ ഉണർത്തിത്തരാൻ പേടിയുള്ള മുഖത്തദീങ്ങൾ ബാക്കിലുണ്ടാവും. നിസ്കാരത്തിൽ ഉണർത്തിത്തരാൻ പേടിയുള്ള മുഖത്തദീങ്ങൾ എവിടെ ഉണ്ടാവും? അതങ്ങനെ ഉണ്ടാവില്ലേ? ചിലപ്പോൾ എനിക്കൊക്കെ പേടിയാ, ഏത് തെറ്റ് വരുമ്പോൾ എടുത്തു കൊടുക്കാൻ. കാരണം എൻ്റെ തെറ്റാണെങ്കിലോ എന്നോർത്ത് ഞാൻ ഉണ്ടായിരുന്നു. സംഭവം അങ്ങനെ പേടിച്ചിട്ട് നമ്മൾ ആഫിദല്ലാത്തതുകൊണ്ട് എത്ര ഉറപ്പുണ്ടെങ്കിൽ പോലും എടാ ചിലപ്പോൾ ഇതായിരിക്കത്തില്ല, ഇത് മുത്തശാബിയാത്തും അല്ലായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ പേടിയുള്ള മുഖത്തദീങ്ങളുണ്ടാവും. അവർ വിചാരിക്കും ഫാത്തിഹ ഓതി കാണൂ, ഞാൻ ശ്രദ്ധിക്കാത്തതാണോ എന്നൊക്കെ വിചാരിക്കും. നിസ്കാരം കഴിഞ്ഞിട്ട് ചർച്ച പോകും, ഫാത്തിഹ ഓതിയിട്ടില്ല ഉസ്താദ്. അപ്പം നമുക്ക് ഓർമ്മ വന്നു, ശരിയാണല്ലോ ഫാത്തിഹ ഓതിയിട്ടില്ലല്ലോ. എന്ത് ചെയ്യും? രണ്ടാമത് ഒന്നുകൂടെ നിസ്കരിക്കും.
അല്ലേ? വേറെ ആരെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യുവോ? പറഞ്ഞോ, വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ ആർക്കെങ്കിലും? ഒന്നും ചെയ്യാനില്ല. കാരണം ഫാത്തിഹ ഫറലാണ്, അത് ഓതിയില്ല എങ്കിൽ നിസ്കാരം എന്താവൂല, ശരിയാവൂല. ആ നമസ്കാരം ഒന്നുകൂടെ എന്ത് ചെയ്യണം, മടക്കി നമസ്കരിക്കണം. അപ്പൊ അതിനകത്ത് നമ്മൾ സമയമായു സാർ ആയി വരുന്നു. അപ്പൊ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓതിയത് മടക്കി എന്ത് ചെയ്യണം, ഓതണം. ഓതിയത് നമ്മൾ എന്ത് ചെയ്യണം, മടക്കി ഓതണം. ഇനി നിസ്കാരത്തിൽ സംശയം വരുന്ന ഭാഗം ഏതാ? ഈ മറവി സംഭവിക്കാനുള്ള സാധ്യത എവിടെയാണ്? ഒരു സുജൂദ് സംഭവിച്ചൂടെ? 2 സുജൂദിന്റെ സ്ഥലത്ത് 1 സുജൂദ്, ചിലപ്പോൾ 3 സുജൂദ് വരെ കഴിഞ്ഞു. ഈ വർഷം നമ്മുടെ മദ്രസയിൽ തന്നെ ഒരു നിസ്കാരത്തിൽ 3 സുജൂദ് വന്നായിരുന്നു. എത്ര സുജൂദ്? 3 സുജൂദ്. അപ്പോൾ ചിലപ്പോൾ 1 സുജൂദ്. എന്ത് ചെയ്യും? നിസ്കാരം കഴിഞ്ഞാണ് ഓർമ്മ വന്നത് സുജൂദ് ഒന്നാ ചെയ്തത്. സുജൂദ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ് വന്നു, രണ്ടാമത്തെ സുജൂദ് ചെയ്യാത്തപ്പോൾ. അപ്പൊ എന്ത് ചെയ്യും? സുജൂദ് ചെയ്യണ്ടേ? ഒരു സുജൂദ് ചെയ്ത് നമ്മൾ അത്തഹിയ്യാത്ത് ഇരിക്കുക, ഒരു സുജൂദ് ചെയ്തിട്ട് അത്തഹിയ്യാത്ത് ഇരിക്കുക. അല്ലെങ്കിൽ ഒരു സുജൂദ് ചെയ്തിട്ട് നേരെ അങ്ങ് എഴുന്നേറ്റ് ഖിയാമില. അപ്പോഴാണ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ് പറയുമ്പോഴത്തേക്ക് ഇമാമിന്റെ അവസ്ഥ ഭയങ്കരമായിരിക്കും. കാരണം എന്തിനാ ഈ പറയുന്നതെന്ന് അറിയില്ലല്ലോ. ഇതിപ്പോ ഞാൻ ഒരു സുജൂദിന്റെ ആണോ, ഇത് ഞാൻ 3-ാമത്തെ റക്അത്തിലാണോ എണ്ണിച്ചത് എന്നുള്ള തശ്വീശൊക്കെ ഇമാമിനുണ്ടാവും. ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരുമ്പോൾ, ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ അത് പിടിച്ചു നിൽക്കാൻ വേണ്ടി ആദ്യം ഈ പറയുന്നത്. ഇത് നമ്മൾ തരണം ചെയ്യണമല്ലോ, വേണ്ടേടാവേ. ഇത് നമ്മൾ എന്ത് ചെയ്യണം? തരണം ചെയ്യണം. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോവരുത്, നിസ്കാരം നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യരുത്. അപ്പൊ അത് പിടിച്ചു നിൽക്കണം നമ്മൾ. അപ്പൊ എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമുക്ക് മനസ്സിലായി എന്തിന്റെ പേരിലാണ്, സുജൂദിന്റെ പേരിലാണ് ഈ സുബ്ഹാനല്ലാഹ് വന്നതെന്ന് നമുക്ക് നിസ്കാരത്തിനിടെ മനസ്സിലായാൽ എന്ത് ചെയ്തേക്കണം? പോയി സുജൂദ് ചെയ്തേക്കണം. പോയി എന്ത് ചെയ്തേക്കണം? സുജൂദ് ചെയ്തേക്കണം. അതിപ്പോ 2-ാമത്തെ റക്അത്ത് അത്തഹിയ്യാത്ത് ഇരിക്കുകയാണെങ്കിൽ, ഖിയാമിലാണെങ്കിൽ നേരെ പോയിട്ട് എന്ത് ചെയ്തേക്കണം? സുജൂദ് ചെയ്തേക്കണം. സുജൂദ് ചെയ്തിട്ട് ബാക്കി തുടർന്ന് അങ്ങനെ തന്നെ എന്ത് ചെയ്തേക്കണം? നിസ്കരിച്ചേക്കണം. ഇനി നിസ്കാരം കഴിഞ്ഞിട്ടാണ് സംഭവം തിരിഞ്ഞത്, സുജൂദ് ഒന്നേ ചെയ്തുള്ളൂ എന്ന്. ഇതേപോലെ മുസല്ലീങ്ങൾ പിന്നെയാ പറയുന്നത്, ഉസ്താദേ സുജൂദ് ഒന്നേ ചെയ്തുള്ളൂ. എന്ത് ചെയ്യണം? എന്ത് ചെയ്യും? ഇത് തന്നെ ഫാത്തിഹ തന്നെയല്ലേ. നിസ്കാരത്തിൽ 2 സുജൂദ് വാജിബല്ലേ. അപ്പൊ 1 പോയില്ലേ. അപ്പൊ എന്ത് ചെയ്യണം? മടക്കി നിസ്കരിക്കണം. എന്ത് ചെയ്യണം? മടക്കി നിസ്കരിക്കണം. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ സഹുവുമായി ബന്ധപ്പെട്ട്? ഒരു സംശയമുണ്ട്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ 3-ാമത്തെ റക്അത്തിലേക്ക് ഇമാം എണീറ്റപ്പോ ആരും സുബ്ഹാനല്ലാഹ് പറഞ്ഞില്ല. അപ്പൊ എനിക്ക് അനുഭവം ഉണ്ടായതാണ് ഒരു 5-8 വർഷം മുമ്പ്. അപ്പൊ ആ പള്ളിയിലെ ഉസ്താദ് പറഞ്ഞത്, അങ്ങനെ 3-ാമത്തെ റക്അത്തില് ആരും ഒന്നും മിണ്ടിയില്ല. അപ്പോ ഇവനും സംശയം, ഇവന് ഉറപ്പായി ഇവനെ 3-ാമത്തെ റക്അത്താണെന്ന് ഓതിക്കൊണ്ടിരിക്കുമ്പോ ഉറപ്പ് വന്നു. അങ്ങനത്തെ ഘട്ടത്തിൽ 4-ാമത്തെ റക്അത്തിന് എണീറ്റപ്പോ എന്തായാലും സുബ്ഹാനല്ലാഹ് പറയും. 3-ാമത്തെ റക്അത്തിലാണ് ഓതിക്കൊണ്ടിരിക്കുമ്പോ ഉറപ്പ് വന്നു, ഇമാമിന് മനസ്സിലായി 3-ാമത്തെ റക്അത്താണ്. ഓക്കെ. അപ്പൊ ആ ഉസ്താദ് പറഞ്ഞത്, അതേതായാലും ഓതി തീർത്ത് 4-ാമത്തെയും കൂടി എണീക്കുക. അപ്പൊ എന്തായാലും ജനങ്ങൾ സുബ്ഹാനല്ലാഹ് പറയും. അപ്പൊ ഇരിക്കാൻ നിൽക്കണ്ട, 4-ാമത്തത് പൂർത്തിയാക്കിയിട്ട് സഹുവിന്റെ സുജൂദ് ചെയ്താൽ മതി. അപ്പൊ 4ഉം കൂടെ ഒറ്റയടിക്കാക്കാൻ വേണ്ടി. അപ്പൊ അത് പരിഹാരമാണെന്നും പറഞ്ഞു. പരിഹാരമാണെങ്കിൽ അത്തഹിയ്യാത്ത് ഇരിക്കണം. അത് ഹനഫി മദ്ഹബാണ്. പക്ഷെ അത് 2-ാമത്തെ അത്തഹിയ്യാത്ത് ഇരുന്നില്ലെങ്കിൽ പ്രശ്നമാവും. അതെന്തായാലും തറാവീഹിന് നിങ്ങൾക്ക് സംഭവിക്കൂലല്ലോ. അത്തഹിയ്യാത്ത് ഇരുന്നിട്ടല്ലല്ലോ നമ്മൾ എണ്ണിക്കുന്നത്. തറാവീഹല്ലേ, 2 റക്അത്തല്ലേ. അപ്പൊ ഒരിക്കലും അത്തഹിയ്യാത്ത് ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യൂല. ഇത് അങ്ങനെ ആയിരിക്കുമല്ലോ. തഹിയ്യാത്ത് ഇരിക്കാതെ എഴുന്നേറ്റാ പിന്നെ ആ മസല അങ്ങനെയല്ല. ആ മസല 4 റക്അത്താക്കാൻ പറ്റൂല. അങ്ങനെ ഉണ്ടോ മസല? അങ്ങനെ മസല ഇല്ല. ഒരു രക്ഷയില്ല. നമുക്ക് ഓർമ്മ വന്ന് അപ്പോഴേ പോയിട്ട് അത്തഹിയ്യാത്ത് ഇരുന്നോണം. അത് പണ്ടത്തെ ഹനഫി മദ്ഹബിന്റെ ഈ മസല ഫുള്ള് കേട്ടിട്ടുണ്ടാവില്ല. ഈ ഹനഫി മദ്ഹബിൽ ഒരു മസല അങ്ങനെ ഉണ്ട്. ഈ 5-ാമത്തേതിനകത്ത് എണ്ണിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് സുജൂദ് ചെയ്താൽ പിന്നെ 6ഉം കൂടെ നിസ്കരിച്ചിട്ടേ എന്ത് ചെയ്യാവൂ,
സലാം വീട്ടാവെന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഷഫാക്കാൻ വേണ്ടി അത് വേറൊരു ചർച്ചയാണ്. അപ്പൊ അതങ്ങനെയല്ല, നമ്മളിവിടെ പറഞ്ഞതുപോലെയാ ഇൻഷാ അല്ലാഹ്. ഇനി വേറെ എന്തെങ്കിലും 3 സുജൂദ് ചെയ്താൽ എന്ത് ചെയ്യും? അത് നമ്മുടെ ചോദ്യമല്ലായിരുന്നു. ഒന്നുമില്ല, സഹവിന്റെ സുജൂദ് ചെയ്യുക. സുജൂദ് ഒന്ന് സായിദായി പോയി എന്നതിന്റെ പേരിൽ ഒന്നുമില്ല. സഹവിന്റെ സുജൂദ് എന്ത് ചെയ്യുക. ഇനി ചെയ്തില്ലെങ്കിലും നിസ്കാരം എന്താവും? ശരിയാകും. കഴിഞ്ഞോ? വേറെ എന്തെങ്കിലും സഹവിന്റെ എന്തെങ്കിലും രൂപം? ഞാനിപ്പോൾ പറഞ്ഞ നമുക്ക് മുമ്പിൽ വന്ന കേസ് കെട്ടുകളാണ്. ഇനി ഇതില്ലാതെ നിങ്ങൾക്ക് വരുന്ന കേസ് കെട്ടുണ്ടല്ലോ. ഈ ഹനഫി മദ്ഹബ് അനുസരിച്ച് ഹാഫിദീങ്ങൾ പ്രത്യേകം തിലാവത്തിൽ ശ്രദ്ധിക്കേണ്ട, തിലാവത്തിന്റെ മസല പറയുന്നതിൻ്റെ പേരിൽ ഞാൻ പറയുകയാണ്. ഹനഫി മദ്ഹബിൽ ഈ ഖുർആൻ ഓതുമ്പോൾ ഫാഹിഷായ നിലയിൽ അർത്ഥം മാറിപ്പോയാൽ, എന്ന് വെച്ചാൽ നേരെ ഓപ്പോസിറ്റായിട്ട് അർത്ഥം മാറി വന്നു. ഒരാൾ ഇന്നൽ മുത്തഖീന എന്ന് ഓതിയിട്ട് ഇന്നാലില്ല ഫീ നാരി ജഹന്നമ എന്ന് പറഞ്ഞ് ഓതിപ്പോയി. വേറൊരു സ്ഥലത്ത് നിന്ന് മുത്തഖീങ്ങൾ നാരി ജഹന്നം എന്ന് ഓതി. നിസ്കാരം ബാത്തിലാണ്. അത് ആ നിസ്കാരത്തിൽ എടുത്ത് ശരിയായിട്ട് ഓതിയില്ല എങ്കിൽ, ഇങ്ങനെ ഓതി അങ്ങ് പോയാൽ നിസ്കാരം എന്താവും? ബാത്തിലാവും. പിന്നെ മടക്കി നിസ്കരിക്കണം. പിന്നെന്ത് ചെയ്യണം? മടക്കി നിസ്കരിക്കണം. അതാ പറഞ്ഞത്, അർത്ഥം നേരെ വിപരീതമാകുന്ന രീതിയിൽ. അത് ചിലപ്പോൾ ഒരു അലിഫൊക്കെ പോയിട്ടായിരിക്കും. ല അഖ്തുലന്നഹും വല ഉസല്ലിബന്നഹും എന്നൊക്കെ ഓതുന്നിടത്ത് ലാ ഉസല്ലിബന്നഹും എന്ന് പറഞ്ഞങ്ങ് ഓതും. ലാ ഉസല്ലിബന്നഹും അർത്ഥം മാറിപ്പോയില്ലേ? ഒരു അലിഫ് പോയതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഹനഫി മദ്ഹബിൽ നിസ്കാരം ബാത്തിലായിപ്പോകും. അർത്ഥം എങ്ങനെ മാറുക? നേരെ ഓപ്പോസിറ്റ് ആകുക. അല്ലാതെ ഉദാഹരണമായിട്ട് ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തി നഈം എന്ന് പറഞ്ഞിട്ട് ഇന്നൽ മുത്തഖീന ജന്നാത്ത് പറയുന്നതിന് പകരം ഫീ നഈം എന്ന് മാത്രം ഓതി അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തില്ല പ്രശ്നം? നിസ്കാരം എന്താവൂല? ബാത്തിലാവൂല. കാരണം അർത്ഥം ആ രീതിയിൽ മാറിപ്പോയിട്ടൊന്നും ഇല്ല. പക്ഷേ ജന്നത്തിൻ്റെ സ്ഥലത്ത് ജഹന്നം വരുന്നു, മുത്തഖീൻ്റെ സ്ഥലത്ത് മുജ്രിമീൻ വരുന്നു, മുഅ്മിൻ്റെ സ്ഥലത്ത് കാഫിർ വരുന്നു. ഇങ്ങനെയൊക്കെ ഓതിക്കഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലായി പോകും. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ ഹിഫ്ളുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെയും കൂടെ പരിഗണിച്ചുകൊണ്ട് കൃത്യമായി നല്ല ഓർമ്മ റെഡിയാക്കിയിട്ട് വേണം, പക്ക ആക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? തറാവീഹ് നിസ്കരിപ്പിക്കാൻ. ഇനി എന്തെങ്കിലും? അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കേട്ട അനുസരിച്ച് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻസറക്കും അൻ തുഖ്ബല സ്വലാത്തുക്കും ഫലിയ ഉമ്മുക്കും ഖിയാറുക്കും. ഒരാൾ അയാളുടെ നിസ്കാരം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമാകണമെങ്കിൽ അയാൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അയാളുടെ ഇമാമ് അവരിൽ ഏറ്റവും നല്ല ആളായിരിക്കണം. ഇത് മുഖ്തദീങ്ങൾക്കുള്ളതാണ്. നമ്മൾ ഇമാമാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നമ്മുടെ വഖാറിന് പറ്റാത്ത ഒരു കാര്യവും തറാവീഹ് നിസ്കരിക്കാൻ പോകുന്ന പള്ളികളിലോ അങ്ങനെയുള്ള സ്ഥലത്തോ നമ്മൾ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ പ്രായത്തിലുള്ള കൂട്ടുകാർ ആ നാട്ടിലുണ്ടാകും. അവരുമായി ഒരു വഴിവിട്ട ബന്ധം, അത് തമാശയും കളിയും ഇതൊക്കെ ബാക്കി അവിടെയുള്ള മുതിർന്നവർ ശ്രദ്ധിക്കും. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം നമ്മൾ അവരുടെ ഇമാമാണ്. ആ ഒരു ഗൗരവം നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ഇൻഷാ അല്ലാഹ്.